ഹലോ, എൻ്റെ മോന് SPC കിട്ടിയെന്ന് പറഞ്ഞില്ലേ? അപ്പോഴതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഡോക്ടറിനെ കൊണ്ടുവന്ന് സൈൻ ചെയ്യണമായിരുന്നു. അപ്പോഴതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. കുറേ അലഞ്ഞു കേട്ടോ, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അപ്പോൾ അവിടെ എങ്ങും ഡോക്ടറില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ ചാത്തന്നൂരുള്ള ഹെൽത്ത് സെൻറ്ററിൽ വന്നിരിക്കുകയാണ്. അവിടെ നിന്നൊരു ഓട്ടോയിലാണ് നമ്മൾ ചെന്ന് അവിടെ ഇറങ്ങിയത്. അവിടെ ചെന്ന് കുറേ കഴിഞ്ഞു. ബ്ലഡൊക്കെ എടുത്ത് പരിശോധിച്ചു. അത് കഴിഞ്ഞ് അവിടെ തന്നെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് കേട്ടോ. അവിടെ കയറി കുറച്ച് നാരങ്ങ വെള്ളം എല്ലാവർക്കും, അതായത് അതിൻ്റെ കൂടെ വന്ന കുട്ടികൾക്ക്, എൻ്റെ മോനും ഞാനും നാരങ്ങ വെള്ളം കുടിച്ചു. ആ കുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് ഒരു വ്യക്തി വന്നില്ല കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്നപ്പോഴാണ് ഇന്നത്തെ കണ്ടന്റ് ഇദ്ദേഹം എന്നെ സോഡ പൊട്ടിക്കാനായിട്ട് വിളിച്ചു. അപ്പം അങ്ങനെ ഞാൻ ചെന്ന് സോഡയൊക്കെ പൊട്ടിച്ചു കൊടുത്തപ്പം ഇദ്ദേഹത്തിൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് കണക്കോല നാരങ്ങ വെള്ളം കുടിക്കാൻ വന്നവർ കണ്ണാടി ഗ്ലാസ്സിൽ കുടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് കഴുകി ഗ്ലാസ് പൊട്ടി. ഗ്ലാസിൻ്റെ ചില്ല് വിരളിൽ പൊത്ത് കയറി, സ്റ്റിച്ചുണ്ട്. അതുകൊണ്ട് സോഡ പൊട്ടിക്കാനൊക്കെ വലിയ പ്രയാസമാണ് മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് സോഡ നാരങ്ങ വെള്ളം ഒഴിച്ചു തരികയാണ് അദ്ദേഹം. നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും കഴിക്കാനുള്ളതെല്ലാം കഴിഞ്ഞിരുന്നു. പിന്നെ മോദകവും വെട്ടുകേക്കും മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ കുട്ടികൾക്ക് മോദകം വാങ്ങിച്ചു കൊടുത്തു. മോദകവും നാരങ്ങ വെള്ളവും സോഡ നാരങ്ങ വെള്ളവും വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ആശുപത്രിയിലോട്ട് വന്നു. അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ വീട്ടിൽ തിരിച്ചു പോകാനായിട്ട് പോയപ്പോൾ മോന് നന്നായിട്ട് വിശന്നു. അവന് ബിരിയാണി വേണമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഒരു ഹോട്ടലിൽ നമ്മൾ കയറി. അത് ചെറുക്കരയുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പം ഞാൻ വേറെ ഒരു ഹെൽമെറ്റ് കൊണ്ടുവരാത്തത് കൊണ്ട് വേറെ അങ്ങും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറുക്കര ആകുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ ഒരു ഹോട്ടലിലാണ് കേട്ടോ കയറിയത്. നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മൾ 2 പ്ലേറ്റ് വാങ്ങിച്ചിട്ട് അതിൽ നിന്ന് കഴിച്ചിട്ട് വീട്ടിലേക്ക് പിള്ളേർക്ക് കൊണ്ടുവരാനായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവന് ഹാപ്പി, ഞാനും ഹാപ്പി, വീട്ടിലുള്ള 2 മക്കൾ ഹാപ്പി. അപ്പോൾ അവൻ നന്നായി ആഹാരമൊക്കെ കഴിച്ചു. അപ്പം നമ്മൾ വളരെ സന്തോഷത്തോടെ വെളിയിലിറങ്ങി. ഇതാണ് കേട്ടോ ആ ഹോട്ടൽ. ചെറുക്കരയാണുള്ളത്. നല്ല ആഹാരമായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു. പ്രകൃതി എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. ബൈ ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. സിനീസ്.